ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജിതിൻ, ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫറാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഡ്രോൺ ഫോട്ടോഗ്രാഫി ടിപ്സ് ആണ് കേട്ടോ. എല്ലാവരുടെ കയ്യിലും കണ്ടുവരുന്ന ഒരു ഫോട്ടോഗ്രാഫി എക്യുപ്മെൻ്റ് ആണ് ഡ്രോൺ. ഇപ്പോൾ ഡ്രോൺ ഇല്ലാത്തത് ഭയങ്കര ചുരുക്കമായി, ട്രാവലേഴ്സൊക്കെ ഭയങ്കര ചുരുക്കമായി. എല്ലാവരും ഡ്രോൺ ഉണ്ട് വെച്ചാൽ ഭയങ്കര ഈസിയാണ് ഇപ്പോൾ ഡ്രോണൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ DJI എന്നുള്ള കമ്പനി അത്രയും ഈസി ആയിട്ട് അത്രയും അടിപൊളി ഔട്ട് തരുന്ന കുറേ ഡ്രോണുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല റേഞ്ചിലുള്ള ഡ്രോണുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ നമുക്കിവിടെ ഇപ്പോഴും അവൈലബിൾ ആണ്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രോൺ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളിത് കേട്ടു നോക്കുക. നിങ്ങൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഇതും കൂടി ഒന്ന് മനസ്സിൽ വെച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകും. 2-3 പാർട്ടായിട്ടാണ് ഡ്രോൺ ഫോട്ടോഗ്രാഫി ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ മിനിമലിസ്റ്റിക് ഫോട്ടോഗ്രാഫി. സോ മിനിമലിസ്റ്റിക് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര മിനിമലായിരിക്കും, അതിലധികം എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. സബ്ജക്റ്റ്, ബാക്ക്ഗ്രൗണ്ട് അത്രയും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഡ്രോൺ ഫോട്ടോസ് എടുക്കുമ്പോൾ മിനിമലിസ്റ്റിക് ആയിട്ട് എങ്ങനെ കുറച്ച് ഫോട്ടോസ് വൃത്തിയായിട്ട് എടുക്കുക എന്നുള്ള ഒരു സംഭവത്തിൻ്റെ കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു സിമ്പിൾ ട്രിക്ക് എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ ഷോട്ട്സ് എടുക്കുക. അതായത് 90 ഡിഗ്രി ആംഗിളിൽ നമ്മുടെ ക്യാമറ വെച്ചിട്ട് താഴത്തോട്ട് ടോപ്പ് ഡൗൺ ഷോട്ട്സ് എടുക്കുമ്പോൾ നമുക്ക് ഗുണം എന്ന് വെച്ചാൽ മാക്സിമം ഡിസ്ട്രാക്ഷൻസ് കുറച്ചിട്ടുള്ള ഷോട്ട്സ് നമുക്ക് ടോപ്പ് ഡൗൺ ഷോട്ട്സിലാണ് കിട്ടുക. എക്സാമ്പിൾ ഈ ഫോട്ടോ കണ്ടില്ല, ഈ ഫോട്ടോയിൽ ടോപ്പ് ഡൗൺ ആണ്, കാരണം വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. തൊട്ടടുത്ത് റോഡുണ്ട്, അപ്പുറത്ത് കുന്നുണ്ട്, മലയിട്ട് ആൾക്കാരുണ്ട്, അതൊന്നുമില്ല. മാക്സിമം ഡിസ്ട്രാക്ഷൻസ് കുറച്ച് എടുത്തുള്ള ഫോട്ടോ ആണത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു സിംഗിൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യുക, അവിടെ ഫോക്കൽ പോയിന്റിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിലെ ഫോക്കൽ പോയിന്റിൽ നമുക്ക് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഫസ്റ്റ് ലുക്ക് തന്നെ ആ സബ്ജക്റ്റിലേക്കാണ് പോവുക. അപ്പോൾ നമുക്കതിൽ അവിടെ ഒരു ട്രീയോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഞാൻ ഈ എക്സാമ്പിൾ കൊടുത്ത പോലുള്ള ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് അതൊക്കെ നമ്മളെ കുറച്ചും കൂടി വിഷ്വലി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഒരു സിംഗിൾ പ്രോമിനന്റ് സബ്ജക്റ്റ് എപ്പോഴും യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഇതിന് പകരം നമ്മളിപ്പോൾ ഒരു മാംഗ്രൂവ് കുറേ ഫോറസ്റ്റ് അവിടെ ഇവിടെയും അല്ലെങ്കിൽ കുറേ വഞ്ചികളും അല്ലെങ്കിൽ കുറേ ബിൽഡിംഗ് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഈ ഫോട്ടോയ്ക്ക് ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മാക്സിമം സിംഗിൾ സബ്ജക്റ്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് പ്രൊമിനൻ്റ് ആക്കി വെച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ ഫ്രെയിം ചെയ്യാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ലിമിറ്റഡ് കളർ പാലറ്റ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് നമ്മുടെ ഫോട്ടോസിൽ ലിമിറ്റഡ് കളർ പാലറ്റ് ആണെങ്കിൽ നമുക്ക് ഫോട്ടോസ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അട്രാക്ഷനാണ്, ഭയങ്കര മിനിമലായിരിക്കും. അപ്പോൾ 1-2 കളർ പാലറ്റ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നു. ഇത് നമുക്ക് പ്രൊമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന രണ്ട് കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലൂവും ഗ്രീനും ആണ്, അല്ലെങ്കിൽ ഒരു ഷെയ്ഡ്സ് ഓഫ് യെല്ലോ വേണമെങ്കിൽ പറയാം. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ലുക്ക് തന്നെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സിമ്മട്രി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ പാറ്റേൺസ് നമ്മുടെ ഫോട്ടോസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പാറ്റേൺസും സിമ്മട്രിയും പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക ലൈൻസ് അങ്ങനത്തെയുള്ള സംഭവം പാറ്റേൺസ് ഒക്കെ വരുമ്പോൾ ഫോട്ടോസ് തന്നെ വേറൊരു ഭംഗിയായിട്ട് തന്നെ വരിക. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ നമുക്ക് ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം നമ്മുടെ ഫോട്ടോസിൽ ഉൾപ്പെടുത്താൻ നോക്കുക. എന്നിട്ട് സബ്ജക്റ്റിനായിട്ട് ഈ സിമ്മട്രി നമുക്ക് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി കാര്യമാണ് നമ്മൾ ഗോൾഡൻ അവേഴ്സ് ചൂസ് ചെയ്യുക ഷൂട്ട് ചെയ്യാൻ വേണ്ടി. നമ്മളെ എർലി മോർണിംഗ് സൺറൈസ് കഴിഞ്ഞിട്ടുള്ള ടൈമും ഒരു നാട്ടിലാണെങ്കിൽ നമുക്കൊരു 8-9 മണി വരെയുള്ള ടൈം. 9 മണി ഇരുന്ന് ഭയങ്കര ലൈറ്റ് ഭയങ്കര മോശമാകും. ഒരു 8 മണി വരെ 8:30 വരെയൊക്കെയുള്ള ടൈമിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. ഈവനിങ് ആണെങ്കിൽ ഇത് പറഞ്ഞ പോലെ 3 മണി ആയിട്ട് ഒരു 6 മണി വരെയുള്ള ടൈം നോർമൽ ടൈം, സൺസെറ്റിന് മുന്നിലുള്ള കുറച്ച് ടൈം അടിപൊളിയായിരിക്കും. മിഡ് ലൈറ്റിൽ നമുക്ക് ഷാഡോസ് കാസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ചെറുതായിരിക്കും. പിന്നെ ലൈറ്റിന് ക്വാളിറ്റി കുറവായിരിക്കും, കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും ലൈറ്റ്. മോർണിംഗും ഈവനിങ്ങും അതായത് ഗോൾഡൻ അവേഴ്സിൽ കുറച്ചുകൂടി സൈഡ് ലൈറ്റ് വരുന്ന കാരണം നല്ല ഷാഡോ കാസ്റ്റിംഗ് നല്ലതായിരിക്കും. ലൈറ്റ് നല്ല വൃത്തിയുള്ള ലൈറ്റ് ആയിരിക്കും. പിന്നെ ഒരു 3D ഫീൽ കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിനെ കൂടെ കൂട്ടിച്ചേർത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഇതിന് ഷാഡോസ് നമ്മൾ നോക്കുക. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കി നോക്കിയാൽ ഷാഡോസിനെ
ഈ ഒരു ഫോട്ടോയിൽ ഷാഡോസ് ഇല്ലയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫോട്ടോ ഭയങ്കര പ്ലെയിൻ ആണ്. നമ്മൾ ഫോട്ടോ കാണാൻ ഭംഗിയുണ്ടാവും, പക്ഷെ ആ ഫോട്ടോയ്ക്ക് ഒരു ഇമ്പാക്റ്റ് കൊടുക്കുന്നത് ആ കാണുന്ന ഷാഡോസ് ആണ്. ഷാഡോ ഉള്ള കാരണമാണ് നമുക്ക് ഈ ഫോട്ടോയ്ക്ക് ഇത്ര ഇമ്പാക്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഷാഡോസ് മാക്സിമം ആഡ് ചെയ്യാൻ നോക്കാതെ ഈവനിങ് ടൈം. ഇത് ഞാനൊരു 3 മണി 4 മണി സമയത്ത് എടുത്ത ഷോട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഷാഡോ ആക്ട് ചെയ്യുന്നത്. ഞാൻ ഉച്ചയ്ക്കായിരുന്നു എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഇത്രയും ഭംഗിയുള്ളൊരു സംഭവം കിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഷാഡോസ് കൂട്ടി എടുക്കാൻ നോക്കാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ലീഡിങ് ലൈൻസ്. ഇതിൽ ഞാനൊരു എക്സാമ്പിളായിട്ട് ഈ ഫോട്ടോ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അതിൽ പലതരം ലീഡിങ് ലൈൻസ് ഉണ്ട്. ഇതിലിപ്പോൾ ഒരു കുറച്ച് ഡക്സ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക്കലി ആ സബ്ജക്റ്റിലേക്ക് ഫസ്റ്റ് പോകും. അത് നമ്മുടെ ലീഡ് ചെയ്യും, നമ്മുടെ കണ്ണിനെ ഓട്ടോമാറ്റിക്കലി ലീഡ് ചെയ്യുന്നതാണ് നമ്മൾ ലീഡിങ് ലൈൻസ് എന്ന് പറയുന്നത്. അതുപോലെ പല രീതിയിൽ നമുക്ക് ലീഡിങ് ലൈൻസ് ഉണ്ടാക്കാൻ പറ്റും. സെക്കൻഡ് എക്സാമ്പിളായിട്ട് ഈ ഫോട്ടോകളായാലും നമുക്ക് ഈ ലീഡിങ് ലൈൻസ് ഒക്കെ നമ്മൾ ചെന്ന് ചേരുന്ന ഒരു ചെറിയൊരു വീട്ടിലേക്കാണ്. ആ വീടാണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ വീട്ടിലേക്കാണ് ലീഡിങ് ലൈൻസ് ഒക്കെ വന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി കണ്ണ് അങ്ങോട്ട് ഡ്രോ ചെയ്യണം. അപ്പോൾ അത് ലീഡിങ് ലൈൻസ് കുറച്ചുകൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ 90 ഡിഗ്രി ആംഗിൾ ഞാൻ മുന്നേ പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് നല്ല സ്ഥലങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ വേറെ ആംഗിളുകളും ട്രൈ ചെയ്യാം. അപ്പോൾ എക്സ്പെരിമെൻറ്റ് വിത്ത് ആംഗിൾസ് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു ടോപ്പ് ഡൗൺ ഷോട്ട്സ് മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടി യൂസ്ഡ് ആകുമ്പോൾ കുറച്ചുകൂടി ആംഗിൾസ് പരീക്ഷിക്കാം. ഈ ഒരു ഫോട്ടോ ഞാൻ 90 ഡിഗ്രി അല്ലെങ്കിൽ ടോപ്പ് ഡൗൺ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഭംഗിയായിട്ട് കിട്ടില്ലായിരുന്നു. ഞാനൊന്ന് ചെറിയ ടിൽറ്റ് ചെയ്തൊരു 45 ഡിഗ്രി ടിൽറ്റ് കൊടുത്തപ്പോഴാണ് ഈ ഫോട്ടോയ്ക്ക് ഭംഗിയുള്ളത്. അപ്പോൾ ആംഗിൾസ് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് പറയാൻ പറ്റില്ല ഏത് ആംഗിളായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് മിനിമലിസ്റ്റ് ഇമേജസ് എടുക്കുമ്പോൾ നമുക്ക് വേറൊരു ഗുണമുണ്ട്. നമുക്ക് പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ വലിയ കളികളൊന്നും കളിക്കേണ്ടി വരില്ല. നമുക്ക് മിനിമലാണ്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിനും പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചേഞ്ചസ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് കുറച്ച് എളുപ്പമാണ്, പക്ഷേ എഡിറ്റിംഗ് വൃത്തിയായിട്ട് ചെയ്യണം. ഓവറായിട്ട് എഡിറ്റ് ചെയ്താൽ കളറോ അല്ലെങ്കിൽ കഷ്ടമൊക്കെ കൂട്ടി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ എക്സസീവായിട്ടുള്ള എഡിറ്റിംഗ് ഒഴിവാക്കുക, എന്നിട്ട് വൃത്തിയായിട്ട് എഡിറ്റ് ചെയ്യുക. നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഒരു മസാല ഇടുന്ന പോലെ ഓവറായി കഴിഞ്ഞാൽ വൃത്തികേടാണ്, കുറവായാലും ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷെ കറക്റ്റ് അളവിന് നമ്മൾ മസാല ഒരു കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ എഡിറ്റിംഗ്. ഓവറാനും പാടില്ല, കുറവാനും പാടില്ല. കുറച്ച് എഡിറ്റിംഗ് കറക്റ്റായിട്ട് ലെവലിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോനെ വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ DM ആയിട്ടോ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എനിക്ക് മുന്നത്തെ വീഡിയോസിനും ഇഷ്ടംപോലെ ആൾക്കാർ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ ലൈറ്റൊക്കെ മേടിച്ചത്. അപ്പോൾ ലൈറ്റിംഗ് സെറ്റപ്പിൽ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഞാൻ ലൈറ്റിങ്ങിൽ അത്ര സംഭവമൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള സെറ്റപ്പിലാണ് ഞാൻ ചെയ്തതാണ്. എനിക്കൊരു സോഫ്റ്റ് വർക്ക്സ് ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായെന്ന് വിചാരിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഡ്രോൺ ഫോട്ടോഗ്രാഫിയിൽ തന്നെ കുറച്ചുകൂടി ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.